വേണ്ടിയിട്ടാണ്. പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും UDF-ലുള്ളവർ എന്നെ ഒരു എൻഡോസൾഫാനായിട്ടാണ് കാണുന്നത്. അതിൽ എനിക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ ദുഃഖം അവിടം വരെയാണ്. അതിനൊന്നും ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാൻ കഥകളുണ്ട്. അപ്പോൾ എന്നിൽ നിന്നും രാഷ്ട്രീയം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ മൊബൈൽ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇങ്ങനെ ഈ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ ഭാര്യയെ വിളിക്കുന്നത്. ബാംഗ്ലൂർ ആയതുകൊണ്ടേ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടാവും എന്നുള്ളത്. അല്ല, എനിക്കങ്ങനെ പേടിയില്ല, ഭാര്യയ്ക്കാണ്. പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. കല്യാണം കഴിച്ച് എനിക്കൊക്കെ അറിയാം. പെണ്ണെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം. അല്ല, ദൈവേ, ആണിനെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച സാധനമാണ് ഈ പെണ്ണ്. അതായത് ആദത്തിന്റെ വളഞ്ഞ വാരിയലുകൊണ്ടാണ് ഈ സാധനത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അറിയാലോ, വളഞ്ഞ ഇരിക്കുള്ളൂ സ്വഭാവം. ചേട്ടനറിയാം, നമ്മളെന്ത് പറഞ്ഞാലും ഇതിനെ തിരിച്ച് ചിന്തിക്കും. പിന്നെ വേറെ ഒന്നുണ്ട്, ചേട്ടന്റെ കുരുത്തക്കേടൊക്കെ ഒന്ന് നിലയ്ക്ക് തുടങ്ങി ഈ വളവ് വേണം എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഒരു സ്ത്രീയുടെ ക്വാളിറ്റി എന്താന്ന് ഞാനിപ്പോ വെറുതെ പറഞ്ഞു പോയെന്നുള്ളൂ. സ്ത്രീയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 42 വയസ്സുകാരനായ ഒരു പുരുഷന്റെ പക്വത വെറും 21 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കും. അതാണ്, അത്രയും പക്വത ഉണ്ടായിരിക്കും. അല്ല, പക്ഷേ ഇനി വരാൻ പോകുന്നതും കൂടെ കേട്ടോളൂ. ഈ 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പക്വത എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ജന്മത്തിൽ വികസിക്കില്ല. അതിങ്ങനെ ഈ മരത്തിൽ കൊതഞ്ഞു വെച്ച മാതിരി അതേ വലിപ്പം ഉണ്ടാവുള്ളൂ. പുരുഷന്റെ മനസ്സ് വലുതായിക്കൊണ്ടിരിക്കും. അവൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും, പുതിയ കാര്യങ്ങൾ അംഗീകരിക്കും. സ്ത്രീ അംഗീകരിക്കാത്തതാണ് കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ. അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, വിട്ടുപോകും. അല്ല, വേറൊന്നുമായിട്ടല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണല്ലോ ഏറ്റവും വലിയ പണ്ഡിതന്മാരും. അതുപോലെ വലിയ സ്കോളേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കിയോ, കൂടുതലും പുരുഷന്മാരായിരിക്കും. കാരണം അവർ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങും സ്ത്രീകൾ. ഇപ്പോൾ അതിന് വിപരീതമായിട്ട് സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്, വിശാലമായ ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ട്. അതായത് 21 വയസ്സ് വരെ അവർ കണ്ടതാണ് ലോകം. അത് വിട്ടൊരു ലോകമില്ല. അതിൽ വിട്ട് അവർ കണ്ടതാണ് സത്യം, അവർ കേട്ടതാണ് സത്യം എന്ന് മാത്രം അങ്ങനെ മനസ്സിലാക്കി പോകുന്നവരാണ് സ്ത്രീ. ഞാൻ ഈ പറയുന്നത് 100% എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച് കറക്റ്റ് ആവണമെന്നില്ല. ഇന്ന് അതിൽ നിന്ന് വിപരീതമായി ചിന്തിക്കുന്നവരുണ്ട്. സോറി, ക്ഷമിക്കുക. സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് എടുത്താൽ മതി. താഴെ ഇറങ്ങി വന്നത് ഒരാള് കട്ടവമ്പൻ കഥനാണ്. ആള് ജിമ്മ. എനിക്കതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് ഞാൻ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ള ഒരു സംഭവമാണ്. ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട് നന്നാവത്തെ എന്നാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്തിനും ഒരു കാരണം ഉണ്ടാവും. അതിൻ്റെ ഒരു തമാശ ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്. നമ്മുടെ ഒരു ക്ലാസ് റൂമിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ 1-ാം ബെഞ്ച്, 2-ാം ബെഞ്ച്, 3-ാം ബെഞ്ച്, 4-ാം ബെഞ്ച് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ 1-ാം ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി അധ്യാപകൻ പറയുന്ന 100% പഠിക്കും. അത് 100% പരീക്ഷയ്ക്ക് എഴുതി അവൻ വലിയ പണ്ഡിതനും ആ ഒരു ലെവലിലേക്ക് ഉയരും, സയന്റിസ്റ്റ് ആയി തീരും. എന്നാൽ 2-ാം ബെഞ്ച് അധ്യാപകൻ പറയുന്ന പകുതി പഠിക്കും, പകുതി പുറമേയുള്ള കാര്യങ്ങൾ പഠിക്കും. പകുതി പഠിക്കും, 2-ാം ബെഞ്ച് പകുതി പുറമേയുള്ള കാര്യങ്ങൾ പഠിക്കും. ഇവരാണ് IAS IPS റാങ്കിലേക്ക് വരുന്നത്. അവര് ആദ്യം പറഞ്ഞ ബെഞ്ചിനെ ഭരിക്കുന്നു. ഇനി 3-ാം ബെഞ്ച് അധ്യാപകൻ പറയുന്നത് ഒന്നും പഠിക്കില്ല, ഒക്കെ പുറമേയുള്ള കാര്യങ്ങൾ പഠിക്കും. ഇവരാണ് ഭാവിയിലെ MLA മാരും മന്ത്രിമാരും. അവരാണ് നേരത്തെ
പറഞ്ഞ 2 ബെഞ്ചുകാരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി 4ാം ബെഞ്ച്. അതാണ് വിവാദമായ ബെഞ്ച്. നിങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബെഞ്ച്. ഈ 4ാം ബെഞ്ചിലുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകം പറയുന്നതും പഠിക്കില്ല, പുറമെയുള്ള കാര്യങ്ങളും പഠിക്കില്ല. ഇവരാണ് ഭാവിയിലെ ഷാപ്പ് കോൺട്രാക്ടർമാരും ഗുണ്ടകളും സിനിമാ നടന്മാരും. ഇവരാണ് ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം നന്നാവത്തെ. കൈയടി പോരാ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം മനസ്സിൽ കാണുക. കൊച്ചുകുട്ടികളെ ആദ്യം ABCD പഠിപ്പിക്കാതിരിക്കുക, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ. കാരണം ABCD ആ ഈ ഊ അല്ല ആദ്യം പഠിപ്പിക്കേണ്ട സിവിക്സ് ആണ്. സിവിക്സ് കേരളത്തിലുള്ളവർ പഠിച്ചിരിക്കേണ്ട സിവിക്സ് ആണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഓണമാണ്, നല്ല നാളാണ്. നാളെയും നമ്മുടെ കുട്ടികൾ സിവിക്സ് എന്ന് പറഞ്ഞാൽ പൗരധർമ്മം, പൗരന്റെ ധർമ്മം, അവന്റെ അവകാശം. അവന്റെ അവകാശം എന്ത്? ഇന്ന് നശിപ്പിക്കലല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്ത് നടത്തി? 17-18 സ്ഥാപനങ്ങൾ, 17-18 ബസ്സുകൾ ഇങ്ങനെ കല്ലെറിഞ്ഞാൽ എന്റെ ബസ് തന്നെയല്ലേ കല്ലെറിഞ്ഞത്? എന്റെ വീട് തന്നെയല്ലേ ഞാൻ നശിപ്പിക്കുന്നത്? സ്വന്തം അവകാശമല്ലേ? മൻമോഹൻജിക്കുള്ള അതേ അവകാശം തന്നെ, സുഷമ സ്വരാജിനുള്ള അതേ അവകാശം തന്നെ, ഓരോ മന്ത്രിക്കുള്ള അതേ അവകാശം തന്നെയല്ലേ ഈ ഭൂമിക്ക്? ആ കാണുന്ന ഹോസ്പിറ്റൽ, ആ കാണുന്ന സ്കൂള്, ഈ റോഡ്, ഇതൊക്കെ എൻ്റെ സ്വന്തമല്ലേ? നിങ്ങൾക്കൊക്കെ ഒരേ അവകാശമല്ലേ? അപ്പൊ നമ്മുടെ സാധനം നശിപ്പിക്കുന്ന ആ പ്രവണത അവസാനിപ്പിക്കുന്ന ആദ്യം കൊച്ചുകുട്ടികളെ, മോനെ, ഈ വീടും ഈ മുറ്റവും മാത്രമല്ല നമ്മുടേത്. ആ വീട്, ആ കാണുന്നത്, ഈ സ്ഥാപനങ്ങൾ, ഇതെല്ലാം നമ്മുടേതാണ്. ഇന്ത്യൻ പൗരന് തുല്യ അവകാശമാണ്. അവൻ ഏത് ജാതിക്കാരനോ വർണ്ണത്തിലുള്ളവനായിക്കോട്ടെ, ഹൈറ്റ് കുറഞ്ഞവനായിക്കോട്ടെ, കറുത്തവനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ. ആ ഒരു കാര്യം വളരെ ചെറിയ കാര്യമാണ്. പക്ഷെ അത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട കേരളത്തിന് ആവശ്യമാണെന്ന് ഈ ഓണത്തിന്റെ നാളിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും ഇതിപ്പോ എവിടെ ചെന്നാലും ഇത് തന്നെയാണ്. പണ്ട് മാളച്ചേട്ടൻ പറഞ്ഞ പോലെ, മാളച്ചേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് മാളാരവിന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഒരു കാലത്ത്. മമ്മൂട്ടി എന്ന സിനിമാ നടൻ വരെ മാളയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ മാളച്ചേട്ടൻ എവിടെ ചെന്നാലും പറയും, മാളച്ചേട്ടൻ പറയുന്നത് എങ്ങനെയാ? ഞാൻ എവിടെ ചെന്നാലും ആരോട് പറയും, തമാശ പറ. ഈ കണക്കിന് നമ്മുടെ TG രവിയൊക്കെ ചെന്നാൽ ഇവരെന്ത് പറയും? ഒന്ന് ബലാത്സംഗം ചെയ്യേ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ചെന്നാലും ആമിനാത്താത്ത പറ. ആമിനാത്താത്ത പറയും, പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോ എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്യാത്തത്, മറ്റുള്ളവർ പറയാത്തത് പറയണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് സിനിമാ താരത്തിന്റെ ശബ്ദം അനുകരിക്കാം. അത് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അല്ല. കേൾക്കുന്നത് കേട്ടാൽ അതിനകത്തൊരു രസം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കേൾക്കുന്ന ഒരുപാട് നടന്മാരുണ്ടല്ലോ, അത് വിട്ടിട്ട് ഞാനൊന്ന് നമ്മുടെ ഞാനൊക്കെ ജനിക്കുമ്പോൾ എനിക്ക് എൻ്റെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് എംജിആറിനൊക്കെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പ്രേം നസീറിനൊക്കെ ഒരു വാല്യൂ കൊടുത്തിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനുള്ള ഒരു ശൈലിയില്ല. ഞാനൊന്ന് വെറുതെ ഹാസ്യഭാവനയിൽ കാണുകയാണ്. അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയൊരു അനുകരണം. ഞാൻ അതിലൂടെ ശിവാജിയിലേക്കൊക്കെ വരാം. தம்பி, தமிழ்நாட்டில் மாபெரும் உன்னத படைப்பு தான் தமிழ்நாடு பரிசுட்டு கொடுத்தேன். இது யாருக்கு எப்போ கிடைக்கும் என்பதை யாராலும் சொல்ல முடியாது. பரிசுட்டு வாங்குவோமா வேண்டாமான்னு சிந்திச்சு கொண்டு இருக்கிற இதே வேலையில் கூட அதிர்ஷ்டம் உங்களை தேடி வந்து கொண்டிருக்கிறா. உங்களுக்காக, உங்கள் குடும்பத்துக்காக, ஆண்டவனுக்காக, தாய்மார்களுக்காக கிடைத்து விட கூடும். ஆகவே இந்த பொன்னான சந்தர்ப்பத்தை நழுவிடாதீர்கள். கிடைத்த சந்தர்ப்பத்தை பயன்படுத்தி நீங்களும் இந்த பரிசுட்டு வாங்கி செல்லுங்கள். நீங்களும் இந்த சந்தர்ப்பத்தை ஒரு லட்சாதிபதியாக, ஏன்னா அங்கே ஒரு பரிசுட்டு போகுது, வேணுமா வேண்டாமா? எடுத்துருங்க ஒரு பரிசுட்டு.